എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പേര് കേൾക്കുമ്പോൾ ഒരു വലിയ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗം തന്നെ. നമ്മുടെ ജീവിതവും ഒരു തരം മാനേജ്മെൻറ്റ് തന്നെയാണല്ലോ അല്ലേ. ഒരു ഫാമിലി ലൈഫും മാനേജ്മെൻറ്റ് തന്നെയാണ്. അതിൽ മാനേജിങ് ഡയറക്ടർ തൊട്ട് എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ ഒരു രാജ്യം ഭരിക്കുന്ന ആളുകൾ, അവർ പ്രധാനമന്ത്രി തൊട്ട് അങ്ങനെയുണ്ട്. ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ആൾ. അത് അപ്പോൾ അവിടെ ഈ പ്രകൃതിയിലെ 7 ലെയറുകളാണ്. ഫസ്റ്റ് ആദ്യത്തെ തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ 7 ലെയറുകൾ, 7 സ്ഫിയറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ലെയറുകൾ, അതിൽ നമുക്ക് ട്രോപ്പോസ്ഫിയർ തൊട്ട് അയോണോസ്ഫിയർ വരെ അതിൻ്റെ മുകളിലുള്ള എല്ലാ സ്ഫിയറും 7 ലെയേഴ്സ് ഓഫ് സ്ഫിയേഴ്സാണ് നമുക്കുള്ളത്. അതിനെ 7 റേയ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുള്ളത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അവലോകനം ചെയ്താൽ നമുക്ക് 7ൻ്റെ ഒരു പ്രത്യേകത കാണാനായിട്ട്. കുണ്ടലിനി ശക്തിയുടെ ഫസ്റ്റ് ലെയർ എല്ലാം കൂടി ഉണർന്നാൽ അത് 7 ലെയറാണ്. അതിന് 7 ലെയറാണുള്ളത്. അതുപോലെ അതിൻ്റെ ഇടയിലും ലെയറുകളുണ്ട് എന്നുള്ളതാണ്. ഒരു ഒട്ടനവധി സൂക്ഷ്മമായ വശങ്ങളുണ്ട് അതിലൊക്കെ. ഇപ്പോൾ ഈ 7 റേസിനെ, പ്രകൃതിയിലെ 7 റേസിനെ ജീവിത സാഹചര്യങ്ങളും നാം ചെയ്യുന്ന ജോലിയും നാം ചെയ്യുന്ന ബിസിനസ്സുമായി കോർത്തിണക്കി മഹാത്മാ ചവാക്കോക്സി തയ്യാറാക്കിയ എനർജറ്റിക് ഡിഫൻസ് എന്ന പാഠ്യപദ്ധതിയിൽ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നും ഏതേത് സമയങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലായാലും ജോലിയിലും അത് അനുവർത്തിക്കേണ്ട ചില പ്രത്യേകമായ നിയമങ്ങളെക്കുറിച്ചും അത് ഈ പ്രകൃതിയിലെ 7 ലെയറുകളിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ച് വളരെ അമൂല്യമായിട്ടുള്ള പാഠ്യപദ്ധതിയാണ് എല്ലാ കോഴ്സുകളും പോലെ തന്നെ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ്, ഒരു വലിയ കമ്പനി നടത്തുന്ന ഒരാളാണ് ഇത് പഠിക്കുന്നതെങ്കിൽ അവർ ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ വേറെ ഹയർ ലെവലിൽ അവർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് എനർജറ്റിക് ടെക്നോളജി ആയതുകൊണ്ട്, എനർജി ഉപയോഗിച്ചുള്ള ടെക്നോളജി ആയതുകൊണ്ട് ഇതിൽ വളരെ സൂക്ഷ്മമായ ഈസോട്ടറിക് ദൈവിക ശാസ്ത്രവും നിഗൂഢമായ ശാസ്ത്രവും ഇടകലർന്നാണിത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലെയറുകളെ, ആ റേസിനെ മനസ്സിലാക്കി ഓരോ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളിലും ഏതൊക്കെ ലെയറുകളാണ് എങ്ങനെ വ്യക്തമായി ഉപയോഗിക്കേണ്ടത് എന്നാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. വളരെ അത്ഭുതകരമായിട്ടുള്ള രീതികളാണ് അതൊക്കെ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് ഡ്രാഗിങ് സിലബസാണ്. അതായത് സ്പിരിച്വൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ കഥകൾ കേട്ടിരുന്ന് അത്ഭുതകരമായ കാര്യങ്ങളുടെ പ്രകടനങ്ങളൊന്നുമല്ല ക്ലാസ്സിൽ. പക്ഷെ അത് പഠിക്കേണ്ടത് ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കുറച്ച് ശ്രദ്ധിച്ച് ഇരുന്ന് സീരിയസ് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് ജീവിതത്തിൻ്റെ താളങ്ങളെ വളരെ അമൂല്യമായി തന്നെ, കൃത്യമായി തന്നെ അതിനെ കൊണ്ടുപോകാനും അതിൻ്റെ ഓരോ താളക്രമങ്ങൾക്കനുസരിച്ച്, അതിൻ്റെ സമയാസമയങ്ങൾക്കനുസരിച്ച് അതിനെ ക്രമീകരിച്ച് വളരെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ആ എടുത്ത തീരുമാനങ്ങളെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനും ഈ റേസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രകൃതിയിലെ വളരെ അമൂല്യമായ ഈ തത്വങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതിനെക്കുറിച്ചുമാണ് എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത്. നാം എങ്ങനെ സമ്പന്നനാവാനുള്ള സൂത്രവാക്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ക്രിയാശക്തി പോലെ ഇത് അങ്ങനെയല്ല. മാനുവലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിയാശക്തിയിൽ നമ്മൾ ചില പവേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ അവെയർ ആവുക എന്നുള്ളതാണ്. ആ കാര്യത്തിനെ കുറിച്ച് അവെയർ ആവുക, അതെങ്ങനെ നമുക്ക് അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുക, ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച ഉണ്ടാക്കാം, നമ്മുടെ ജോലിയിൽ എങ്ങനെ ഉയർച്ച ഉണ്ടാക്കാം, നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ഉയർച്ച ഉണ്ടാക്കാം, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ എങ്ങനെ ഉയർച്ച ഉണ്ടാക്കാം, നമുക്ക് നമ്മുടെ ഒരു ട്രെയിനറാണെങ്കിൽ ക്ലാസ്സുകളിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം
എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ ഈ പ്രകൃതിയിലെ ഊർജ്ജ തത്വങ്ങളുടെ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട്, ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പരിണാമമാണ് ഈ ലെവൽ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നത് യോഗ പ്രാണവിദ്യയുടെ. അതുപോലെ തന്നെ ആ കോഴ്സിൽ തന്നെ ഒരു അഡീഷണലായിട്ടൊരു കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ട്. കബല സന്യാസിമാർ, ഇസ്രായേലിലുള്ള വളരെ ഉയർന്ന പ്രീസ്റ്റുകൾ ആണവർ. കബല പാരമ്പര്യം എന്ന് പറയും. വളരെ താന്ത്രിക മാന്ത്രിക തലത്തിലൊക്കെ ഈ അവരുടെ പരിശീലനങ്ങളിൽ കൂടെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ചക്രകളെ കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുള്ളത്. ശരീരത്തിൽ എത്രമാത്രം മർമ്മക്ഷേത്രങ്ങളുണ്ട്, അത് പ്രകൃതിയുമായി എത്രമാത്രം വിലയം പ്രാപിച്ചിരിക്കുന്നു, എത്രമാത്രം ഈ പ്രപഞ്ചവുമായി നാം ചേർന്നിരിക്കുന്നു എന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് കബല പ്രീസ്റ്റുകളാണ്. അപ്പോൾ കബല പ്രീസ്റ്റുകളുടെ നമ്മുടെ മാസ്റ്റർ മഹാത്മാ ചോവാ കോക്സുയി ഈ കബല സന്യാസിമാരിൽ നിന്നും ടിബറ്റൻ മോങ്കുകളിൽ നിന്നും അങ്ങനെ ഒട്ടനവധി സൂഫി ഗുരുക്കന്മാരിൽ നിന്നൊക്കെ പല അറിവുകളും സമ്പാദിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. അതിൻ്റെ എസൻസ് അദ്ദേഹം വളരെ ഉന്നത തലത്തിലുള്ള ഉയർന്ന ബുദ്ധിശാലിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ നല്ലതും കൂടുതൽ നന്മകളും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയൊക്കെ വ്യക്തമായി ചികഞ്ഞെടുത്ത് അത് വളരെ ഈ കുറേ കാലങ്ങൾ ഇരുന്നത് തപസ്സും സാധനങ്ങൾ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് അതിൻ്റെ ഏറ്റവും ഉപകാരമായ കാര്യങ്ങളെ കൂട്ടിയിണക്കി വ്യത്യസ്തമായ ഫോർമുലകൾ ഉണ്ടാക്കി അതിനെ ഏറ്റവും മികച്ചതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. കാലഘട്ടത്തിനനുസരിച്ച് അതിനെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ പഴയകാലം പോലെ ഒരു ഗുരുവിൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് വർഷങ്ങളോളം പഠിച്ച് ഒരു വിദ്യ പഠിച്ച് വരുന്നത് പോലെയല്ല. നമുക്ക് സമയമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ ഒരു ഫോർമുല പോലെ പഠിക്കാനും അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ മികച്ചതായിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്ന തരത്തിലാണ് കോഴ്സുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ പ്രത്യേകമായിട്ട് ഉള്ളത് വളരെ അത്ഭുതകരമായി തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ ലൈഫ് സൈക്കിള്, ഒരു ഇയർലി സൈക്കിള് നമുക്ക് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുകയാണെങ്കിൽ അതായത് ഒരു ദിവസം കൊണ്ട് ആ കോഴ്സ് പഠിച്ച് തീർക്കാവുന്നതാണ്. 8 മണിക്കൂർ കൊണ്ട്. അല്ലെങ്കിൽ അത് 2 മണിക്കൂർ വെച്ച് ഒരു ദിവസമൊക്കെ പഠിച്ച് 4 ദിവസം കൊണ്ടൊക്കെ പഠിക്കാം. അത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമെന്നാണ്. വളരെ അത്ഭുതകരമായിട്ട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം. വളരെ ആക്യുറേറ്റാണ്. ഞാൻ പല കാര്യങ്ങളിലും അത് ഉപയോഗിച്ച് തന്നെയാണ് അത് നോക്കിയിട്ടാണ് ചെയ്യുക. കാരണം പഴയ സമ്പ്രദായങ്ങളിൽ നമ്മുടെ നാട്ടിലെ പല രീതികളും 7 ചക്രങ്ങളെയും 7 ഗ്രഹങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പല സ്ക്രിപ്റ്റുകളും തയ്യാറാക്കിയിട്ടുള്ളത്. പണ്ടത്തെ അന്ന് അറിവുണ്ടായിരുന്നത് 7 ഗ്രഹങ്ങളെക്കുറിച്ചായിരുന്നു. അതിനനുസരിച്ചാണ് പല പഠനങ്ങളും പല പാരമ്പര്യങ്ങളും അവരുടെ രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നൂതനമായ കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ച് നടത്തി അത് 11 ചക്രങ്ങൾ മേജർ ചക്രങ്ങളും ഒട്ടനവധി മൈനർ ചക്രങ്ങളും അനവധി മിനി ചക്രങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ആ ലോക പ്രപഞ്ചത്തിലെ സൂര്യന് ചുറ്റും നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾക്ക് മാത്രം ഉള്ളിൽ ഒതുങ്ങുന്നതല്ല. ഒട്ടനവധി സൂര്യന്മാരും ഒട്ടനവധി അതിനെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഈ നൂറ്റാണ്ടിലാണ് മനസ്സിലായത്. ഇത് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി സൂര്യന്മാർ ജന്മം കൊള്ളുകയും കുറേയൊക്കെ തമോഗർത്തങ്ങളിലേക്ക് ബ്ലാക്ക് ഹോളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സ് പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മളുടെ സങ്കല്പത്തിനും അതീതമായിട്ടാണ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രപഞ്ചം ഇത് തൊട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് അത് വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് വളരെ വേഗത്തിലുമാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഓരോ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കബല പാരമ്പര്യങ്ങളിൽ നിന്നും 11 മേജർ ചക്രങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് അതിന് മൈനർ മിനി ചക്രങ്ങളുമുണ്ട്. ഇവിടെ ഒരു 7 ഗ്രഹം മാത്രമല്ല.
ഈ പ്രപഞ്ചത്തിൽ ഇൻഫിനിറ്റായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഇൻഫിനിറ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കുറേ അത് തമോഗർത്തങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുണ്ട്, കുറേ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം പുതിയ കാലഘട്ടങ്ങളിലെ ടീച്ചിങ് സമ്പ്രദായങ്ങൾ വളരേണ്ടത്. അതിനനുസരിച്ച് കബല സന്യാസിമാർ കണ്ടെത്തിയ അവർ വളരെ ബുദ്ധിമാന്മാരും ആണെന്നാണ് അറിയപ്പെടുന്നത്. അവർ ഒരുപാട് ഈ വക ശാസ്ത്രങ്ങളുമായിട്ട് ഈ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ചക്രകളും മനുഷ്യൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കൂടുതൽ റിസർച്ചൊക്കെ നടത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ടീച്ചിങ്ങിൽ നിന്നും ഉണ്ടാക്കിയ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് നമുക്ക് ഒരു നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമുക്ക് ഒരു കാര്യം ബിസിനസ് എന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് നടത്തണം, അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റുന്ന സമയമാണോ, ഇത് ഏതേത് പീരീഡുകളായിരിക്കും, സൺ സൈക്കിളാണോ മൂൺ സൈക്കിളാണോ, അതുപോലെ തന്നെ മറ്റുള്ള ഏതൊക്കെ സൈക്കിളുകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ച് ആകെ വേണ്ട, നമുക്കൊരു ഫോർമുല തന്നാൽ ആ ഫോർമുല വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താനായിട്ട് പറ്റുന്നതാണ് കബല ഇയർലി സൈക്കിള്. അത് നമുക്ക് ഈ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ അഡീഷണലായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ വളരെ അത്ഭുതകരവും വളരെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നതും പ്രാക്ടിക്കലായി അതിനെ ഉപയോഗപ്പെടുത്തിയാൽ ഏവർക്കും ജീവിതത്തെ വളരെ മനോഹരമാക്കാൻ സാധിക്കുമെന്നും ഞാൻ അറിയിക്കട്ടെ. നിങ്ങൾക്കേവർക്കും മഹാത്മാ ചൊവാക്കോക്സിയുടെയും ഷാർലറ്റിൻ്റെയും യോഗ പ്രാണവിദ്യയിലേക്ക് സ്വാഗതം. എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഗുരുക്കന്മാരുടെയും സർവേശ്വരൻ്റെയും അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. രഞ്ജിത്ത്, താങ്ക് യു, നമസ്തേ.